ഇത് വേണോ ചോദിച്ചിട്ടല്ല തരുന്നേ. എടാ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടല്ല തരുന്നേ. കാര്യം എന്താ, നീ നല്ല ബോധമുള്ളവനാ. കാര്യം എന്താ വെച്ചാൽ നിനക്കറിയാം PSCക്കൊക്കെ ചോദിക്കാൻ ചോദ്യം കൂടിയാണ് MDMA കുറിച്ച്. എന്ത്, വാട്ട് ഇസ് മീനിങ് ഓഫ് കില്ലർ ഡ്രഗ്സ്? എന്താണ് കില്ലർ ഡ്രഗ്സ്? എന്താ കില്ലർ ഡ്രഗ്സ് കാറ്റഗറി? കേട്ടോണം. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം നിരന്തരമായി ആവശ്യപ്പെടുന്ന സൈക്കോട്രോപി സബ്സ്റ്റൻസിന്റെ കാറ്റഗറിക്ക് പറയുന്ന പേരാണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറി. അപ്പോൾ ഹൗ മെനി ടൈപ്സ് ഓഫ് ദ കില്ലർ കാറ്റഗറീസ്? കില്ലർ കാറ്റഗറീസ് എത്ര ടൈപ്സ് കാറ്റഗറീസ് ഉണ്ടാവും അതിനകത്തെന്ന് അറിയാമോ? 18-ൽ പരം സൈക്കോട്രോപി സബ്സ്റ്റൻസ് ഈ കാറ്റഗറിയിലുണ്ട്. പെപ്റ്റഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷിക്കോയിൽ, നിറ്റോക്സ്, അങ്ങനെ MDMA അടങ്ങുന്ന 18-ൽ പരം കടുത്ത സൈക്കോട്രോപി സബ്സ്റ്റൻസ് ആണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറി വരുന്നത്. ഒരു തവണ പോലും അത് പരീക്ഷ നടത്താൻ പാടില്ല എന്ന് പറയണേ. ഒരു തവണ പോലും ആദ്യ ഡോസ് എടുത്ത് ഒരു തവണ പോലും പരീക്ഷ. മക്കൾ ഇവിടെ നോക്ക്, ഇവിടെ 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 ബോയ്സ് എല്ലാം തല പൊക്കിക്കുക. നേരെ ഇരുന്നേ. എല്ലാം തല നേരെ വെക്കും. തല കുനിയല്ല, നേരെ ഇരിക്കണം. നിങ്ങൾ ഒരാളെ തല ഇങ്ങനെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇങ്ങനെ ആയാൽ നേരെ ഇങ്ങോട്ട് നോക്കുക. എന്നെ തന്നെ നോക്കുക. ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന സൈക്കോട്രോപി സബ്സ്റ്റൻസ് ഏതാണോ അതെല്ലാം കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയാണ്. ഇനി പാർട്ടി ഡ്രഗ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. എന്താണ് പാർട്ടി ഡ്രഗ്? അതായത് ആഘോഷങ്ങളിൽ, മ്യൂസിക് ഇവന്റുകളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ബാംഗ്ലൂരും ഛത്തീസ്ഗഡിലൊക്കെ പോകുമ്പോഴാണ് ഈ സാധനം ഉപയോഗിച്ചു എന്ന് തിരിച്ചറിയണത്. കൂട്ടുകാരെ വേണ്ടി നല്ല DJ പാർട്ടി നടക്കുന്നുണ്ട്. ഡാർക്ക് ഹബ്ബ് ഉണ്ട്. ഇതിന്ന് കാണുന്ന ഡാർക്ക് ഹബ്ബ് വൈബാണ് ഇപ്പോഴത്തെ. നീ അറിയില്ല, 2025 ശേഷം ഡാർക്ക് ഹബ്ബുകൾ ഭയങ്കര രസമാണ്. ഇല്ലേ, അന്ന് എന്താടി നീ വന്ന് കണ്ടോക്ക്, രസമല്ലേ? അപ്പോൾ അവിടെ പഠിക്കാൻ പോണ കുഞ്ഞുങ്ങളൊന്ന് പോകും. അത് ഇരുട്ടിലാണ്. ചില മ്യൂസിക്കുകൾ വരും, ചില ലൈറ്റുകൾ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും. അതിനകത്ത് ചില സ്ലോലി മ്യൂസിക്കുകൾ കടന്നു വരും. ചില അൺനെസറി മൂവ്മെൻറ്റുകൾ, ചില വോയിസുകളും ചില ഹൊറർ വോയിസുകളൊക്കെ മിക്സ് ചെയ്യും. അതിനിടെ ജ്യൂസുകൾ ഇങ്ങനെ കൊണ്ട് സെർവ് ചെയ്യും. സെർവ് ചെയ്ത് പോകുമ്പോൾ ഒരു സുഗന്ധത്തിൻ്റെ പരിമളം ഇങ്ങനെ കടന്നു വരും. അപ്പോൾ വല്ലാത്തൊരു വൈബിൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ ലൈറ്റുകൾ ഇങ്ങനെ പ്രകാശിക്കും. അത് ചിലരൊക്കെ നോക്കുമ്പോൾ അവിടെ ഇവിടെ ഇരുന്ന് ചിലരൊക്കെ ഇങ്ങനെ കുശലമായി വർത്താനം പറയും. ആ വൈബ് ഇങ്ങനെ ഇഷ്ടപ്പെടും. അപ്പോൾ കൂട്ടുകാരി കുടിക്കണ ഗ്ലാസ് ഇങ്ങനെ കൊടുക്കും. എന്നാൽ കുടിച്ചോന്ന് പറയും അവളെ മുന്നിൽ തന്നെ. കാര്യം എന്താ, ലൈവിൽ അവളൊരു പെപ്സിയോ സോഡയൊക്കെ പൊട്ടിച്ചകത്ത് ഒഴിക്കുമ്പോൾ ആ ഗ്ലാസ് കൊടുക്കുന്നവളുടെ വിരൽ ഇതിനകത്തേക്കൊന്ന് ഇങ്ങനെ അമർന്നിരിക്കും. ചൂണ്ടുവിരൽ ഇങ്ങനെ അമർന്നിരിക്കും. ഈ ജ്യൂസിനോ പാനീയത്തിലോ കോഫിയിലോ അവളുടെ ചൂണ്ടുവിരലൊന്ന് അമർത്തി വെച്ചിട്ടാണ് കൊടുക്കുക. ഇങ്ങനെ ആ ചൂണ്ടുവിരലിനകത്ത് എത്രമാത്രം MDMA ഉണ്ടോ, മെത്തലീൻ ഡയോക്സി മെത്താഫിറ്റമിൻ ഉണ്ടോ, അത്ര മാത്രം മതി ഈ ജ്യൂസിൽ ഒരു സെക്കൻഡ് ഇങ്ങനെ അമർന്നിരുന്നാൽ മതി. ഇങ്ങനെ 1 എന്ന് പറയുന്ന സെക്കൻഡ് അമർന്നിരുന്ന കെമിക്കൽ ഓക്സിഡേഷൻ സംഭവിക്കും. ആ ജ്യൂസോ ആ സോഡയോ പെപ്സിയോ ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ കൂട്ടുകാരി നമ്മൾ അറിയാതെ ഒരു സോഡയോ ഒരു പെപ്സിയോ ഒരു ചായയോ പോലും കുടിക്കാത്ത നമ്മൾ ആ മ്യൂസിക്കിലെ ഡാൻസ് കളിക്കുമ്പോൾ ഈ സാധനം വാങ്ങി രസത്തിന് അവളെ തൃപ്തിപ്പെടുത്താൻ വാങ്ങി ഒരു സിപ്പ് എടുത്ത് തിരിച്ചു കൊടുക്കും. നമ്മളങ്ങനെയാണല്ലോ. ആ കൊടുക്കുന്നതോടുകൂടി മതി നമ്മുടെ ഇന്റേണൽ ഓർഗൻസത്തേക്ക് ഈ സാധനം വന്നു. നമുക്കൊരു ചേഞ്ച്, ഒരു സ്റ്റിമുലേഷൻ ചേഞ്ച് വന്നു. ആ ചേഞ്ചിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വേദി പറയാൻ പാടില്ല, കുട്ടികളിരിക്കുന്ന വേദി പറയാൻ പാടില്ല. കാരണം നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. ഇത്തരം ആഫ്റ്റർ എഫക്റ്റുകളെക്കുറിച്ചോ അതിൻ്റെ രീതികളെക്കുറിച്ചോ കുഞ്ഞുങ്ങളിരിക്കുന്ന വേദിയിൽ പ്രതിപാദിക്കപ്പെടാൻ പാടില്ല. സർക്കുലർ ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ സാധനം ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് 48 hours ആണ് ആഫ്റ്റർ എഫക്റ്റ്. നമ്മൾ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോകും. വല്ലാത്ത പിന്നെ 48 മണിക്കൂർ നമ്മൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠ, ജിജ്ഞാസ, ആകുലത, ഭയങ്കരമായിട്ട് നമുക്ക് എന്തൊക്കെയോ നമുക്ക് തോന്നലുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് വിളിക്കും, വെടി നീ ഒന്ന് നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തേക്ക് ഒന്ന് പോകാം, ബാ പ്ലീസ്, എന്ത് രസമാണ് ഇവിടുത്തെ വൈബ്, എനിക്ക് അങ്ങോട്ട് പോകണം, ബാ പ്ലീസ്, എനിക്ക് ആ ജ്യൂസ് കുടിക്കണം, നീ ബാ പോടി പ്ലീസ്. അങ്ങനെ നിരന്തരമായി പോകാൻ തുടങ്ങും. അത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ കടുത്ത ഡിപ്രഷൻ ഉണ്ടാകും. അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും എത്തും. ആ പറഞ്ഞു വരുന്നത്, ഒറ്റ തവണ നമുക്കറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നത് അവിടുത്തെ ഒരു വൈബാണ്, അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്, അവിടുത്തെ മ്യൂസിക് സിസ്റ്റമാണ്, അവിടുത്തെ കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ടും സിസ്റ്റവും മ്യൂസിക്കും നമ്മൾ ആകൃഷ്ടരാകും, അതിലേക്ക് പോകാൻ നമ്മൾ പ്രചോദിതരാകും. പക്ഷേ ആക്ച്വലി എന്താണ്, നമ്മുടെ ബ്രെയിനെ സ്വാധീനിക്കാൻ പറ്റുന്ന, ബ്രെയിനെ കബളിപ്പിക്കാൻ പറ്റുന്ന, ന്യൂറോൺസിനെ കബളിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഹാപ്പി ഹോർമോൺസുകൾ അടങ്ങണ ഒരു ഭാഗമൊക്കെ നമ്മുടെ ശരീരത്തെത്തി 48 hours അത് ഹാപ്പിനെസ് നമുക്ക് തന്നു. 48 hours നമ്മൾ കഴിഞ്ഞപ്പോൾ ബ്രെയിൻ ആകെ അങ്ങോട്ട് വയലൻ്റായി. നിങ്ങൾ ചില വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം. ഇപ്പോൾ ചൂരനാട് ഇല്ലെങ്കിൽ ഇവിടുത്തെ SI-മാരൊക്കെ യൂണിഫോം ഉണ്ട്, കഴിവുണ്ട്, എല്ലാവരും ഉണ്ട്, അംഗബലമൊക്കെ ഉണ്ട്, തോക്ക് വരെയും കയ്യിലുണ്ട്. ഇവരുടെ കയ്യിലൊക്കെ ഫയറിംഗ് ലൈസൻസ് ഉള്ള സബ് ഇൻസ്പെക്ടർമാരാണ് എല്ലാവരും, ഞാനടങ്ങുന്നത്. പക്ഷേ ചില ആളുകളെ ടൗണിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവർക്ക് പേടിയൊന്നുമില്ല, കൊല്ലടാ എന്നൊക്കെ പറയും, ബട്ടൺസൊക്കെ വലിച്ചു പൊട്ടിക്കും. അതിൻ്റെ സെല്ല് കയറുമ്പോൾ തന്നെ പറയും, സാറേ പ്ലീസ് ഒന്ന് തരുമോ, ഒറ്റ തരുമോ പ്ലീസ് സാറേ. അപ്പം ഞങ്ങൾ തരാന്നൊക്കെ പറഞ്ഞു അടക്കി വെക്കും. കുറച്ച് കഴിഞ്ഞാൽ പറയും, സാറേ തന്നില്ല കേട്ടോ എന്ന് പറയും. തരാടാ, അടങ്ങിയിരിക്കുക പ്ലീസ്, അടങ്ങിയിരിക്കുക. എന്നിട്ട് പിന്നെ ജയിലിനകത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഒച്ച വെക്കുക. എന്താ ഒച്ച പറയാം, തലയിട്ട് അടിക്കണ ഒച്ചയാ, അങ്ങനെ ഇങ്ങനെ
പിന്നെ കുറച്ച് പല്ലൊക്കെ ഇളകി ചോരയൊക്കെ ഇങ്ങനെ ഒഴുകുന്ന കാണാം. നഖം കൊണ്ട് ഇങ്ങനെ മാന്തി പറിക്കും ഇങ്ങനെ നഖം കൊണ്ട്. അകത്ത് കയറ്റുമ്പോൾ തന്നെ ഇവരുടെ കയ്യിലെ മോതിരങ്ങളൊക്കെ ഊരി മാറ്റും. കാര്യം ഇവർ മോതിരമൊക്കെ വെച്ചിട്ട് ഇവർ മെഴുങ്ങുമൊക്കെ ചെയ്യും. ഒരുത്തൻ കൊതുകുതിരി കൊടുത്തു, ഒരു പോലീസുകാരൻ, പുതിയ പോലീസുകാരൻ വന്നപ്പോൾ അറിയാതെ കൊതുകുതിരി വെക്കുന്ന സ്റ്റാൻഡ് കൊടുത്തവൻ അതുകൊണ്ട് ഞരമ്പ് വലിച്ചങ്ങോട്ട് മുറിച്ചു. ഞരമ്പ് പുറത്തോണ്ട് എടുത്തവൻ, ഞരമ്പ് അവിടെ ചിരിക്കും പറഞ്ഞിട്ട്. കാര്യം ഇവർക്ക് ബ്ലഡ് കാണണം. ഇപ്പം നോക്കി ശൂരാട് പോലീസ് മക്കളെ ഇടയ്ക്കൊന്ന് പോയി നോക്കിയേ, അവിടെ ഈ ഹോക്കിക്കാർ ഹോക്കി കളിക്കുമ്പോൾ ഒരു സാധനം ഇടുമല്ലോ തലയിൽ, കണ്ടുണ്ടോ? ഹോക്കി കളിക്കുമ്പോഴേ ഒരു സാധനം ഇടുമല്ലോ ഇങ്ങനെ, കണ്ടുണ്ടോ? ആ ലെതറിൻ്റെ ആ സാധനം സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനിലും. പണ്ട് ജില്ലയിൽ ഒന്നുള്ളൂ, ഇപ്പോൾ സ്റ്റേഷനിൽ 10 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുക, സപ്ലൈ ചെയ്തിരിക്കുക. അത് സാധനം ചെല്ലുമ്പോൾ തന്നെ തലയിലിടും. എന്നിട്ട് കൈ പുറകെ കെട്ടിട്ട് ആ സെല്ലിനകത്തോട്ട് ഇടുക. പിന്നെ അവൻ അതിട്ടിട്ട് പോയി തലക്കടിക്കുക ഇങ്ങനെ ഇങ്ങനെ. ആ നോക്ക്, ഇത് അവൻ ബോധപൂർവം ചെയ്യണമല്ല. അവന് ടൈം ടു ടൈം അവൻ തലേസം കൊണ്ടിട്ട് പിറ്റേ ദിവസം കോടതി പോകുന്ന സമയത്തുള്ളിൽ അവന് സാധനം വേണം. സിഗരറ്റ് തീപ്പെട്ടി വേണ്ട, കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? വായിക്കാത്ത വെച്ച് അവയ്ക്കാൻ എങ്ങനെ കണ്ട് മെഴുകും വേടിക്കുറ്റിയൊക്കെ. കൊതുതിരി തിന്നും, പേസ്റ്റ് തിന്നും. നിങ്ങൾക്കറിയോ? കാര്യം കടലാസ് തിന്നും. കടലാസ് മക്കളെ വെറുതെ പറയുന്നല്ല. നോക്ക്, ഏതോ ഒരു നിമിഷ നേരത്തേക്ക് ഒരു സൗഹൃദത്തിൽ പോയി പെട്ടുപോയതാ. പിന്നെ ഉണ്ടായ ദുരന്തം എന്താ? കണ്ടാൽ മതി ഇവരെ ഒന്ന്, മുടി, രൂപം, ഭാവം, കണ്ണ്, നഖം. അവൻ വണ്ടി പോണ അവനെ കണ്ടിട്ടുണ്ടോ? അവർ ഗാനമേള നടക്കുമ്പോൾ ഇത്ര ആളുകളെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി, മുഖം ഒന്ന് കണ്ടാൽ മതി, സൂക്ഷിച്ച് നോക്കിയാൽ മതി മുഖം ഒന്ന്. കോഴിക്കോട് ജില്ലയിൽ ഒരു അമ്മയുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ അമ്മയുടെ പേര് സുബൈദ എന്നാ. ആ അമ്മയ്ക്ക് 4 മക്കളുണ്ട്. 34ാമത്തെ വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി. എന്നിട്ട് മകനെ വളർത്തി വലുതാക്കി, ഇവനെ മിടുക്കനാക്കി. അവസാനം എന്താ? കടുത്ത MDMAക്ക് അഡിക്റ്റഡ് ആയി. അമ്മ കൊണ്ടുപോയി ചികിത്സയ്ക്ക് കൊണ്ടുപോയി, ചികിത്സ നടത്തി, വീണ്ടും തിരിച്ചു വന്ന് ഭയങ്കര പ്രശ്നം, നാട്ടിൽ പ്രശ്നങ്ങൾ, അടിപിടി കേസുകളെല്ലാം ഉണ്ടാക്കി. അവസാനം ഈ ഉമ്മ എന്ത് ചെയ്തറിയാമോ? കഴുത്ത് കിടന്ന 1.25 പവൻ്റെ മാല വീണ്ടും കൊണ്ട് പണയപ്പെടുത്തി ഈ ഉമ്മ മകനെ നല്ലൊരു DH സെൻ്ററിലേക്ക് കൊണ്ടുപോയി. ആ DH സെൻ്ററിൽ കൊണ്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ടൈമാണ്. ഈ പാവം പിടിച്ച് ഉമ്മ എന്ത് ചെയ്യുന്നറിയാമോ? ഈ 3 മാസം സമയമുണ്ടല്ലോ എന്ന് കരുതി ഇവൻ്റെ വന്നിട്ട് തെറിയും വഴക്കൊന്നും കേൾക്കണ്ടല്ലോ വെച്ചിട്ട് ഉമ്മയ്ക്ക് ഓപ്പറേഷൻ പറഞ്ഞത് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എമ്മയുടെ 60 ആയിരുന്നു. അപ്പുറത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് അടിവാരത്ത് വന്നിട്ട് മകളുടെ വീട്ടിൽ വന്ന് കിടക്കുകയായിരുന്നു. ചികിത്സ ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ഉമ്മ കിടക്കുക, വിശ്രമിക്കുക. ഈ മകൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മകൻ വന്നപ്പോൾ അയൽവാസിയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മ എടുത്തുകൊണ്ട് പറഞ്ഞു, എവിടെ ആയിരുന്നടാ കുഞ്ഞെ നീയും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പോഴും നിങ്ങളെ ചിലക്കൽ നിർത്താറായിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ കണ്ണ് പറഞ്ഞു, ഈ അവസ്ഥയിൽ ഉമ്മനെ ഒന്ന് എൻ്റെ കുഞ്ഞ് 2 ദിവസമായില്ലേ കുഞ്ഞ് അവിടുന്ന് വന്നിട്ട് ഞാൻ ഒന്ന് കണ്ടില്ലല്ലോ മോനെ പറഞ്ഞു. അവിടുന്ന് വന്ന് കണ്ടിട്ടില്ലല്ലോ, ഇതാ ഇജ്ജ് കിടന്ന സ്ഥലം എന്താക്കണ ഉമ്മാൻ്റെ കണ്ടോ കീറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ കിടന്ന സ്ഥലത്ത് കീറി തുന്നി വെച്ചേക്കണ കണ്ടില്ലേന്നാ ഉമ്മയോട് പറഞ്ഞു. അയൽവാസി 2-3 കണ്ടു നിൽക്കുമ്പോൾ പറയുക. ഒന്നും മിണ്ടിയില്ല. ഉമ്മയുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ടിയിട്ട് മകൻ ഇറങ്ങിപ്പോയി. അയൽവാസി പോകാൻ കാത്തു നിന്നു. അയൽ വിട്ട് പോയിട്ട് തേങ്ങ വെട്ടാനുള്ള കത്തി വാങ്ങിക്കൊണ്ടുവന്നു. വാങ്ങിക്കൊണ്ടുവന്നിട്ട് പുറയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞു, 1000 ഉറുപ്പിക്ക് കൊണ്ടായിരുന്നു. ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ആളെ നീ കണ്ടോന്ന് ചോദിച്ചു. ഇവിടെ വന്നേ 1000 ഉറുപ്പ അവിടെ നിന്ന് ഞാൻ കടം വാങ്ങി, നാളെ ആശുപത്രി പോകാനെന്ന് പറഞ്ഞു. അത് തരാൻ അവിടെ വന്നേ, എന്നാ പൈസ കൊണ്ടായിരുന്നു. അതെങ്ങനെയാ മോനെ തരുന്നത്? അമ്മയ്ക്ക് ആളെ ആശുപത്രി പോകണ്ടേ ചോദിച്ചു. പറഞ്ഞു തീർന്നില്ല. ആദ്യ വെട്ടുമ്മയുടെ കഴുത്തിനിട്ടാണ് വെട്ടിയത്. കത്തി കൊണ്ട് ആഞ്ഞു വെട്ടി. അപ്പം ഉമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. മോനെ ആഷിക്കെന്ന് പറഞ്ഞു. 2ാമത്തെ വെട്ട് ഉയർന്നു പൊങ്ങി താരാട്ട് പാടിയ കൈക്കാണ് 2ാമത്തെ വെട്ട്. കയ്യെ വെട്ടി മാറ്റി. 3ാമത്തെ വെട്ട് കാൽത്തുടകളിലാണ്. 5 അവൻ കിടന്നല്ല, അവൻ്റെ 9.5 മാസം അവനെ ചുമന്ന് നൊന്ത് പ്രസവിച്ച് അവൻ കിടന്ന അടി പറഞ്ഞിട്ടാണ് 4ാമത്തെ വെട്ട്. അങ്ങനെ 6ാമത്തെ വെട്ടിൽ ചലനം ഇങ്ങനെ നിലച്ചു എന്ന് ഉറപ്പിച്ചപ്പോൾ ആ ചോര വരുന്ന കത്തിയുമായി അയൽവാസികൾ മുന്നിൽ കൂടെ നടന്ന് അങ്ങ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ GD എടുത്ത് പോയിട്ട് പറഞ്ഞു, ജന്മം കൊടുത്തതിന് എൻ്റെ ഉമ്മാനെ ഞാൻ കൊന്നിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. നോക്ക്, ജന്മം കൊടുത്തതിൻ്റെ ഉമ്മാനെ ഞാൻ കൊന്നിട്ടാണ് വരുന്നതെന്ന് ആലോചിച്ച്. ഈ മരുന്നിൻ്റെ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം ഒരു മകനെ കൊണ്ട് ചെന്ന് എത്തിച്ചു നോക്ക്. ഇന്നിവിടെ നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ വിചാരിക്കും, ആ മകൻ എന്ത് തുടങ്ങിയെന്നറിയാം? ആദ്യം നോക്ക്, ആദ്യം അവൻ തുടങ്ങിയത് സിഗരറ്റാണ്. പിന്നെ മദ്യം തുടങ്ങി. എത്തിലാന്നറിയാം? 8ലും 7ലും പഠിക്കുമ്പോൾ തുടങ്ങിയതാ. അവൻ്റെ വിചാരം 7ലും 8ലും മദ്യം ഉപയോഗിച്ച് പിന്നെ ഇതെല്ലാം എനിക്ക് നിർത്താൻ പറ്റും, ഞാൻ മിടുക്കനാന്ന് പറഞ്ഞ് തുടങ്ങിയതാ. നല്ല മിടുക്കനായിരുന്നു 7ലും 8ലും മാഷന്മാർ പറഞ്ഞത്. എപ്പോഴും മദ്യം ഉപയോഗിച്ചായിരുന്നു. അവൻ അന്ന് അതോ പോയിട്ട് അവന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടാകും, ഇല്ലായിരിക്കാം. എനിക്ക് തോന്നുന്നു അന്ന് നല്ലൊരു വ്യക്തി ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആഷിക്ക് അങ്ങനെ ആയി പോവില്ലായിരുന്നു.
അപ്പം ഇന്ന് ചക്കുവള്ളിയിലെ ഈ പ്രവാസി കൂട്ടായ്മയുടെ പരിപാടി നടത്തുമ്പോൾ എൻ്റെ മക്കൾ ഓർത്തോണം, ഇത്തരം ദുരന്തങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പാടെ ഇന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഓരോ സ്റ്റെപ്പിലും ചുവട് വെക്കണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ തീരുമാനം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകണം. ഇല്ലെങ്കിൽ നിശ്ചയമാണ് ഒരു സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടില്ല. ഒരു സംശയമില്ല. കാരണം ഈ പ്രായത്തിൽ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് നിർത്താൻ പറ്റും. എന്നോട് ഒരു കുട്ടി ചോദിച്ചു, സാറേ എനിക്ക് DH സെൻ്ററിലോ എനിക്ക് നിർത്താൻ പറ്റണില്ല, ആൻസർ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഫിലിപ്പങ്കളെ എനിക്കൊന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. മോനെ ഒരു ചെറിയ ടിന്നിനകത്ത് കുറച്ച് കുരുമുളക് എടുത്തിട്ട് പോക്കറ്റിൽ വെക്കുക. നല്ല നിൻ്റെ പേരെന്താ ചോദിച്ചു. അവൻ ആഷിക്കുന്നതാണ് അവർ പേരെന്ന് പറഞ്ഞു. അവനും ഇതേപോലെ പേരിൽ ആഷിക്കുന്നത്. ഞാൻ പറഞ്ഞു 5 നേരം നിസ്കരിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. പറ്റുമെങ്കിൽ ഒരു ചെറിയ ഒരു പേപ്പർ എഴുതിയിട്ട് വീടിൻ്റെ പഠിക്കുന്ന അവിടെ ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് നിസ്കാരം മുടക്കരുത്, എവിടെയാണെങ്കിലും നിസ്കരിക്കണം. ഇതിൻ്റെ ഓർമ്മ വരുമ്പോൾ കുറച്ച് കുരുമുളക് എടുത്ത് കൈ വെച്ചിട്ട് മോൻ ചവച്ചിട്ട് ആ എരിവ് ഇറക്കിയിട്ട് ആ എരിവിനെ അങ്ങോട്ട് പിടിച്ച് നിർത്തണം. ഇത് മാത്രം മതി. എന്നിട്ട് മനസ്സിൽ അങ്ങോട്ട് 21 ദിവസം കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയും. എൻ്റെ മക്കൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എല്ലാ ആയുർവേദ ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആയുർവേദ ആചാര്യന്മാർ അവർ പറയും ഒരു 3 ആഴ്ച നമുക്കവിടെ നോക്കുക, കഴിക്കാൻ വരുന്നൊരു 3 ആഴ്ച. കാര്യം 7ന്റെ 3 ഗുണിതങ്ങളാണ്. 7 3 21 ദിവസം മരുന്ന് കഴിക്കാൻ പറയും. 21 ദിവസം ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചില മാറ്റങ്ങൾ വരും, ചില തഴക്ക ദോഷങ്ങൾ മാറും, ബ്രെയിൻ ചില കാര്യങ്ങൾ മറക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ പറയും നിനക്ക് എന്ത് പറഞ്ഞാൽ നീ കേൾക്കത്തില്ല, ചീപ്പിനകത്ത് മുടിയെടുത്ത് മാറ്റടി എന്ന് പറയുന്നത് നിനക്ക് എന്താടി നിനക്ക് ബോധമില്ലാത്ത, നിനക്ക് എന്താടിയാ ഷൂവിനകത്ത് ചെരുപ്പെടുത്ത് മാറ്റി വെച്ചാൽ തൂത്തുവാരിയാൽ ആ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാൽ വലിയ കുട്ടിയായില്ലേ നീ, കല്യാണം കഴിക്കാറായില്ലേ, ഇങ്ങനെയൊക്കെ പറയും. നമ്മളിങ്ങനെ ഉമ്മ പറഞ്ഞു കൊടുക്കും, നമ്മൾ ചെയ്യൂല. ഉമ്മ ഒരു ദിവസം പറഞ്ഞു നിങ്ങൾക്കൊരു കയ്യടി തന്നു, ഗുഡ് എന്ന് പറഞ്ഞു, അവിടെ നിന്ന് ഒരു കലണ്ടർ മാർക്ക് ചെയ്തു. 2ാമത്തെ ദിവസം പറഞ്ഞു ഗുഡ് എന്ന് പറഞ്ഞു, കയ്യടി തന്നു, കലണ്ടർ മാർക്ക് ചെയ്തു. 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സിങ് ഒരു ഉമ്മയ്ക്ക് ഒരു മകനിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ, കുറച്ച് അഭിനന്ദനങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു കൂട്ടുകാർ നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കൂട്ടുകാരാടാ മിടുക്കനായി, നീ സൂപ്പറായിടാ, ഇപ്പം നിനക്ക് 2ാമത്തെ ദിവസം നീ ഇത് ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഞാനുണ്ടോ എന്നെപ്പോലെ അവിടാതെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം 21 ഡേയ്സ് അതിൻ്റെ പീക്ക് ടൈമിൻ്റെ ആ മെമ്മറി ഇതങ്ങനെ ഡിലേറ്റ് ചെയ്ത് 22ാമത്തെ ദിവസം വന്നിട്ട് നല്ല ബോൾഡാവും. പിന്നെ ഇത് ഉപയോഗിക്കുന്നവരെ തിരുത്താൻ നോക്കും, അവരിടയിൽ പെരുമാറാൻ നോക്കും, അവൻ കുറച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങാനൊക്കെ നോക്കും, സ്വീകാര്യതൊക്കെ കിട്ടും. വീട്ടിൽ നിന്ന് ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം കിട്ടും. കാരണം എന്താ, എൻ്റെ മോൻ ഇപ്പോൾ സിഗരറ്റൊന്നും വലിക്കില്ല, അവൻ്റെ ഷർട്ട് അളക്കാൻ എടുക്കുമ്പോൾ ആൻസിൻ്റെ പൊടിയൊന്നുമില്ല, സിഗരറ്റിൻ്റെ കുറ്റിയൊന്നുമില്ല, എൻ്റെ കുഞ്ഞ് സമാധാനം ഇപ്പോൾ ഉണ്ടാകാൻ തുടങ്ങി, അവൻ്റെ ചുണ്ടിനൊക്കെ നല്ല കളറൊക്കെ വരാൻ തുടങ്ങി, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നുണ്ട്, അവനിപ്പോൾ കൂടെ പറച്ചിലൊക്കെ നിർത്തി. എന്നെ എപ്പോഴും സാറേ എൻ്റെ മോൻ വഴക്ക് പറയാം, എന്നെ എടീന്നാ വിളിക്കുന്നത്, തള്ളേന്നാ വിളിക്കുന്നത്, എന്നെ പറയാം എൻ്റെ മോൻ തള്ളേന്നാ വിളിക്കുന്നത് സാർ, അങ്ങനെ വളർത്തി എൻ്റെ കുഞ്ഞ്. പല അമ്മമാരും പറയാം ഇങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളുടെ മുഴുവനും ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അറിയാം, ഒന്നല്ലെങ്കിൽ ഹാൻസ്, കൂള്, സിഗരറ്റ്, കഞ്ചാവ്, MDMA, ഈ 5 എണ്ണം ആ കുട്ടികൾ ഡെഫിനറ്റ്ലി ഉപയോഗിക്കുന്നുണ്ട്. ഉറപ്പാ, ഞാനൊരു മൈൻഡ് ടൂണറാണ്, എനിക്കറിയാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ മക്കൾ ആരെങ്കിലുമൊക്കെ എന്നെ മാഷ് ഇവിടുന്ന് ഫോൺ നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളോട് കൂടുതൽ സമയം സംസാരിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറയാം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കുക എന്താ മൈൻഡ് ടൂണർ, ഞാനത് വെച്ച് സമയത്തിൻ്റെ കുറവുകൾ കണ്ടിട്ടോ, 12 അതുകൊണ്ട് എങ്ങനെ സ്പീഡ് കൂട്ടുന്നത്. അപ്പം മൈൻഡ് ടൂണർ എന്താ പലരും ചോദിക്കും. ഇപ്പം ഞാൻ സാധാരണ ക്ലാസ്സിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒഫീഷ്യൽ ചടങ്ങൊന്നും ഉണ്ടാവില്ല, നേരിട്ട് ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ്സിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കും, കോൾലെസ് മൈക്ക് ഉപയോഗിക്കും, നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് നേരെ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, മാങ്ങ ഇരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ. എന്താ ഉള്ളത്? മാങ്ങ. ഈ മാങ്ങ ഞങ്ങൾ ഇടിച്ച് പൊട്ടിക്കുക, ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ചു. അപ്പം മാങ്ങയ്ക്കകത്തുനിന്ന് നീരൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്, നല്ല പുളിയുടെ മണവും നല്ല ചെനച്ച മണം വരുന്നുണ്ട്. എൻ്റെ മാങ്ങ ഞാൻ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ പൊളിച്ചു എന്നിട്ട് നല്ല ചുമന്ന മാങ്ങയാണ്, കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടതിന് മുകളിൽ ഇങ്ങനെ, എന്നിട്ട് ആ പൊളിച്ച് വെച്ച കഷ്ണം വെച്ച് ഞാൻ തിരുമ്മി ഇങ്ങനെ, എന്നിട്ട് നിങ്ങളെങ്ങനെ കാണിച്ചോ ഞെക്കിയപ്പോൾ നീരിങ്ങനെ വരുന്നുണ്ട്. ആ നീര് കയ്യിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എന്നിട്ട് ആ മാങ്ങ ഇങ്ങനെ കടിച്ചിട്ട് സൂപ്പർ. അതിൽ വെള്ളം വന്നോ? ഇതേ ഓരോന്ന് ഇറക്കുന്നുണ്ടോ അല്ലേ? ഇങ്ങനെ ഇറക്കണം ഇങ്ങനെ അല്ലേ? എവിടുന്ന വെള്ളം വന്നത്? എവിടുന്ന വെള്ളം വന്നേ? വായിക്കകത്തുനിന്ന്. എങ്ങനെ വായിന്ന് എവിടുന്നാ വന്നേ? ഉമ്മിനീർ ഗന്ധിക്കകത്തുനിന്ന് ഉമ്മിനീർ വന്നു, റൈറ്റ്? രുചി കുമളകൊണ്ടല്ലേ വന്നത്. നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്തു, മാങ്ങയ്ക്ക് പുളിയുണ്ടെന്ന് ഇമാജിൻ ചെയ്തപ്പോൾ ബ്രെയിൻ അതിനെ മനസ്സിലാക്കി സന്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ സമൃദ്ധമായിട്ട് രുചികുമളകളെ അങ്ങനെ വികസിപ്പിച്ചു. ആ രുചികുമളയ്ക്കകത്തുകൂടെ ഉമ്മിനീർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വായിക്കകത്തേക്ക് വന്ന് ഉമ്മിനീരായി ദഹനപ്രക്രിയക്കുള്ള ഒരു പ്രോസസ്സിങ് അല്ലേ സ്റ്റാർട്ടപ്പ് ചെയ്തു. അപ്പോൾ സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗന്ധികളുള്ളത് വായുടെ 3 ഇഞ്ച് നീളത്തിലാണ്. എത്രയാ? 3 ഇഞ്ച് നീളത്തിലാണ്. ബോയ്സ് എത്ര നീളത്തിലാ? 3 ഇഞ്ച് നീളത്തിൽ. നമ്മൾ ഗുളിയൊക്കെ കഴിക്കുമ്പോൾ എവിടെ വെച്ചിട്ടാണ് കഴിക്കണേ? ഈ നാവിൻ്റെ തുമ്പത്താണോ? നാവിൻ്റെ തുമ്പത്ത് നമ്മൾ എന്താ കഴിക്കുക? അമ്മയൊക്കെ പുളിയിഞ്ചി അച്ചാറ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ എവിടെ വെച്ചിട്ടാണ് കഴിക്കുക? തേനൊക്കെ കഴിക്കണം എവിടെ വെച്ചിട്ടാ?
എവിടെ മോളെ കഴിക്കണ തേൻ? പറഞ്ഞോ, SP കുഞ്ഞല്ലേ, ബോൾഡായിട്ട് തേൻ കഴിക്കണോ വെച്ചിട്ട്? തേന് നാവിൻ്റെ എവിടെയാന്ന് പറയൂ? അണ്ണാക്കിലാണോ? എവിടെ? തുമ്പത്ത്. റൈറ്റ്, ഓക്കെ. അപ്പം നമ്മൾ തേനൊക്കെ നമ്മൾ നാവിൻ്റെ തുമ്പത്തല്ലേ കഴിക്കാം, അല്ലേ? ആണോ? പറ. അതെ. അപ്പം നമ്മൾ ഈ ഗുളിക കഴിക്കുമ്പോൾ എവിടെ വെക്കും? അണ്ണാക്കിൽ, മാക്സിമം ഉള്ളി വെക്കും. റൈറ്റ്. അത് എന്തിനാ അവിടെ വെക്കുന്നത്? എന്തിനാ? രുചി അറിയാതിരിക്കാൻ. ശരിയല്ലേ? അപ്പോൾ നോക്ക്, ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് വെക്കുന്നത് നമ്മൾ ഈ പറയണ തേന് അല്ലെങ്കിൽ പുളി അച്ചാർ, പുളി ഇഞ്ചി അച്ചാറുകൾ ഏറ്റവും രുചി അറിയാൻ വേണ്ടി നമ്മൾ നാവിൻ്റെ തുമ്പത്ത് കഴിക്കും ഇങ്ങനെ. അപ്പോൾ നോക്കണം, സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗന്ധികളുള്ള സ്ഥലത്താണ് നമ്മളിങ്ങനെ ഒരു പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ച് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഇങ്ങനെ ആക്കി നോക്കും. എന്താ അതിൻ്റെ പേര്? ആൻസ്. ആൻസ്. പിന്നെ സഞ്ചി ഉണ്ടോ, ചെറിയ തലകണ പോലത്തെ സഞ്ചി, അതിൻ്റെ പേരെന്താ? കൂള്. അതും കുത്തിക്കറ്റി വെക്കും ഇങ്ങനെ. ഇനി കേട്ടോണം, ഫിലിപ്പമ്പാട് പറയുന്നതല്ല, 2021 നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി ഔദ്യോഗിക സൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കുക മൊബൈലിൽ. അതിനകത്ത് നാഷണൽ എക്യുപ്മെൻറ്റ് ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി ഫ്രം ഹൈദരാബാദ്. റിസൾട്ട് ഇതിനകത്ത് WWയുടെ ലേറ്റസ്റ്റ് ഇതാണ്. 2022 ഫെബ്രുവരി 7 അവരുടെ പുതിയ സെൻസസ് പ്രകാരം പാൻ മസാലകളായ ആൻസിലും കൂളിലും 240 പരം ക്യാൻസർ വരാൻ സാധ്യതയുള്ള കെമിക്കലുകളാൽ സമ്പന്നമാണ്. അതിൽ നമ്പർ 1 നോക്ക്, നമ്പർ 1 പോളിപ്രപ്പിലിൻ പാരാനെട്രിഫിനോള്, അതുപോലെ സിട്രിക് ആസിഡ് പ്ലസ് ഗ്ലാസ് പൗഡർ, കുപ്പിച്ചിലിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. 7.5 കുപ്പിച്ചിൽ പൊടി പൊടിച്ച് ചേർക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇന്റേണലിനകത്ത് ചെറിയ സുഷിരങ്ങളിലൂടെ കുത്തി കയറുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ലഹരി പദാർത്ഥം തലച്ചോറിലേക്ക് ചെല്ലണം, പെട്ടെന്ന് സ്റ്റിമുലേഷൻ ഉണ്ടാവണം, വില തുച്ഛം ഗുണം മെച്ചം. അതുകൊണ്ട് തന്നെ ഈ സാധനം ഉപയോഗിക്കുന്നവർക്ക് ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്, ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ഹാൻഡ്സ് ഉപയോഗിക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്താ ഗിഫ്റ്റ് എന്നറിയാമോ? ബോയ്സ് എല്ലാവരും നേരെ ഇരിക്കും, തല പൊക്കിയിരിക്കണം, നിർബന്ധ. തല താക്കാൻ പറ്റില്ല. അവിടെ ഒരു വരയിട്ട ഷർട്ട് തല താത്തിരിക്കണം. ഓക്കെ, ഓക്കെ. അപ്പോൾ നോക്ക്, ആൻസ് എന്ന് പറയുന്ന സാധനം ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്താ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് സംഭവം കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ആ പാക്കറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയാൽ മതി, ഈ 2 ഭാഗവും കൊണ്ട് പഴുത്ത് ഓട്ടായിട്ടുണ്ട് ഇവിടെ. ക്യാൻസർ. എന്ത് ക്യാൻസറാണെന്നറിയാം? നമ്മളെ അച്ഛനും അമ്മയ്ക്കൊക്കെ ക്യാൻസർ ഉണ്ടാവും. ക്യാൻസറിന് കീമോ ഉണ്ട്, അതേപോലെ മെഡിറ്റേഷൻ ഉണ്ട്, അതേപോലെ തന്നെ റേഡിയേഷൻ ഉണ്ട്, സുഖം പ്രാപിക്കും. പക്ഷേ ആൻസ്, ചൈനീസ് സിഗരറ്റ്, അതുപോലെ തന്നെ കൂള്, ഇത് ഉപയോഗിച്ചിട്ട് വരുന്ന ക്യാൻസറിൻ്റെ പേരാണ് സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം. മൃദുലമായ കോശഭാഗം ദ്രവിച്ച് ഇവിടെ പഴുപ്പും സ്രവവും ദുർഗന്ധത്തോടു കൂടി ഒഴുകുന്നതിൻ്റെ പേരാണ് സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം. ഗോപാലൻ 21 വയസ്സ്, വൈത്തിരി സ്വദേശി, ഗാനമേള പാട്ട് പാടുന്നവൻ. ചാലക്കുടി പാടാൻ നിൽക്കുമ്പോൾ രാവിലെ കൂട്ടുകാർ വന്നിട്ട് പുറത്ത് കാത്തു നിന്നിട്ട് ബാടാന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുക. ഓടിപ്പോയി ബാത്റൂം പോയിട്ട് ബ്രഷ് എടുത്തിട്ട് സ്പീഡ് പല്ല് വെക്കുകയാണ്. നോക്കുക, ബ്രഷ് തുളച്ച് പുറത്തോട്ട് വന്നതിലെ ബ്രഷ് ഇങ്ങനെ വന്നപ്പോൾ വലിച്ചെടുത്തു ബ്രഷ് ഇതിലെ. എന്നിട്ട് അലറിക്കരിഞ്ഞു. അമ്മാറുണ്ട്, ചാടി എന്നിട്ടു. അമ്മ എന്താ വെച്ചു? അമ്മ ഓട്ടം വന്നമ്മ ഇതിലായിരുന്നു. കൽപ്പറ്റ കൊണ്ട് ആരോഗ്യ കേന്ദ്രത്തിൽ, കൽപ്പറ്റ ബത്തേരി കൽപ്പറ്റ ഡോക്ടർ റെഫർ ചെയ്തു. RCC 2021 ഏപ്രിൽ 7 ഗോപാലൻ പോയി. ഗോപാലിൻ്റെ വീഡിയോ ഉണ്ട്, ഒന്ന് കാണുന്ന സമയം കിട്ടുക. www.national drug and society പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ വീഡിയോ 3 മിനിറ്റ് ഗോപാലിനെ കാണാൻ പറ്റും. സുന്ദരനായ നാടൻപാട്ട് കലാമണിലൂടെ പാടുന്ന ഗോപാലിനെ, അതിൻ്റെ വീഡിയോ ഒന്ന് കാണണം. എന്നിട്ട് ഗോപാലിനെ കാണണം. ഗോപാലൻ പറയുന്നുണ്ട്, എനിക്ക് വന്ന ഗതി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ഇത് പറഞ്ഞു തരുമ്പോൾ കണ്ണിലൂടെ പഴുപ്പിറങ്ങി വരുന്നേ, കണ്ണിലൂടെ. ഇവിടെ ഒന്നും മാംസമില്ല, 2 കിലോ പഞ്ഞി എടുത്ത് അങ്ങനെ വെച്ചേക്കണേ. തലയൊക്കെ ഇങ്ങനെ നേർന്ന് മുടിയൊക്കെ പൊഴിഞ്ഞ് ഒരു വികൃത രൂപ. 3 വർഷം കിടന്നു RCCയിൽ, 3ാമത്തെ വർഷം മരിച്ചു. നോക്ക്, ഒരു വൈദ്യശാസ്ത്രം രക്ഷപ്പെടുത്താൻ പറ്റില്ല. ക്യാൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന പുകയില നിരന്തരമായി ചുണ്ടിനടിയിൽ കൂള് പോലെ സാധനങ്ങൾ വെച്ച് മൃദുലമായ കോശഭാഗത്തിനകത്ത് ഒറ്റതേ ഉള്ളൂ. അതിനെ നിങ്ങളെ പേടിപ്പിക്കല്ല. എങ്ങനെയാണ് ഒരു മാങ്ങ ഞാൻ ഇവിടെ തിന്നാതെ തിന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വായ്ക്കകത്ത് സമൃദ്ധമായിട്ട് ഉമ്മിനീർ എവിടുന്നാണ് വന്നത്? അത്ര സുഷിരങ്ങളുണ്ട് അതിനകത്തേക്ക്. എത്രമാത്രം അസംസ്കൃത പദാർത്ഥങ്ങളാൽ സമ്പന്നമായ ഗ്ലാസ് പൗഡർ മിക്സ് ചെയ്ത സാധനം ഇവിടെ വെച്ചിട്ട് ഇരിക്കുമ്പോൾ വരും. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്, പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടി ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞാൽ അവനെ തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ എവിടെയെങ്കിലും ഈ മഹാമാരി പിടിപെടും, ഉറപ്പാ പിടിപെടും. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് നമുക്ക് പിടിക്കും. കാര്യം എന്താ? നീ കണ്ടിട്ടും ഉണ്ടായിരുന്നു, നീ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അൻഷിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, ഞാൻ നിലമ്പൂർ മാനവേദ സ്കൂളിൽ അൻഷിത കുട്ടിയാ. അവൾ എന്താ ചെയ്തറിയാം? ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പോയി, അവൾ കത്ത് എഴുതി വീട്ടിൽ ചെന്നിട്ട്. അവൾ എഴുതിയ കത്ത് എന്താണെന്നറിയാമോ? വെള്ളം തരുന്നു, വേറെ കുപ്പിയുണ്ടോ വെള്ളം? ഒരു ഫ്രഷ് കുപ്പി ഉള്ളത്. അവൾ എന്താ എഴുതിയെന്നറിയാമോ? കത്ത്
ഒന്ന് പൊട്ടിക്കുന്നു. അവള് കത്തെഴുതി. നോക്കു മക്കളെ, അൻഷിത ചെയ്ത കത്തിങ്ങനെയാണ്. പ്രിയപ്പെട്ട ഇക്ക, എൻ്റെ പേര് അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ 10C ക്ലാസ്സിലാണ് ഞാൻ പഠിക്കണേ. എൻ്റെ സ്കൂളിൽ വന്നിട്ട് ഇന്ന് ഫിലിപ്പ് സാറും മഹേഷ് സാറും വന്ന് ലഹരിക്കെതിരെ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് മുഴുവനും ക്യാൻസർ പൊതികളാണ്, ഹാൻഡ്സ് അല്ല. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് പാവമാണ്, അവൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കത്ത് എപ്പോഴാണോ നിങ്ങൾ വായിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കടയിലെ സകല ക്യാൻസർ പൊതികളും എടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പലപ്പോഴും സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ കടയിൽ 3 പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നിങ്ങളെ മക്കളെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അതിൻ്റെ ഇടയിൽ എഴുതിയിരിക്കുകയാണ്, വീണ്ടും എഴുതിയിരിക്കുക, കുഞ്ഞ് പ്രിയപ്പെട്ട ഇക്ക, എന്നെ ഒരു മകളായി കരുതുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എൻ്റെ കത്ത് എപ്പോഴാണോ നിങ്ങൾ വായിച്ചു തരുന്നത് അപ്പോൾ ഈ സതുദ്ദേശം നിങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കത്ത് നിർത്തുന്നു. അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ, നിലമ്പൂർ. കത്ത് മടക്കി ഇവള് ഉറങ്ങിയില്ല കേട്ടോ. രാവിലെ വീണ്ടും എഴുതിച്ചിട്ട് വീണ്ടും ആലോചിച്ചു. എന്നിട്ട് വീണ്ടും കത്തിൻ്റെ അടിയിൽ വീണ്ടും എഴുതി, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളിലെ ഭാവിയിൽ അവരെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉപ്പ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? കത്ത് മടക്കി വെച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല. സ്കൂളിൻ്റെ അടുത്ത് പോയി. ഈ സ്കൂളിൻ്റെ അടുത്ത് കച്ചവടം ചെയ്യുന്ന മനുഷ്യനെ ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു, എന്നാന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. വായിക്കാൻ പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ കട അടഞ്ഞ് കിടക്കുക. 2ാമത്തെ ദിവസം കട തുറന്നിട്ടില്ല, 3 തുറന്നിട്ടില്ല. 4ാമത്തെ ദിവസം ഈ മനുഷ്യൻ ഈ കത്തുമായിട്ട് ടീച്ചറുടെ അടുത്തെത്തി. ടീച്ചറുണ്ട് പറഞ്ഞു, സാറേ ടീച്ചറെ, എനിക്ക് ഈ കുട്ടിയെ വിളിക്കണം, ആ ഫിലിപ്പ് സാറിനെ വിളിക്കണം, നിർബന്ധമായിട്ട് വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓഡിറ്റോറിയത്തിനകത്ത് ഈ കുട്ടിയുണ്ട്, അവിടുത്തെ HM ഉണ്ട്, ഞാനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ മനുഷ്യൻ വലിയൊരു മനുഷ്യൻ തലേന്ന് തത്തി നിൽക്കുക. റിയാദിൽ 19 വർഷം റിയാദ് ജോലി ചെയ്തിട്ട് 14 കടമുറിയുള്ള കടമുറിയുണ്ട്, 2-3 വാടക വീടുണ്ട്. ഇയാൾ പറഞ്ഞെന്താ പറയുക, പലചരക്കടയുണ്ട്. സാറേ 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് ഹാൻസ് വിറ്റേന്. 5 പ്രാവശ്യം കേസ് എടുത്തിട്ടുണ്ട് സാറേ. പക്ഷേ എൻ്റെ കടയിൽ പലചരക്കടയുണ്ട് സാറേ. ഈ ഹിന്ദിക്കാർ ഭായിമാർ താമസിക്കുന്നുണ്ട് അവിടെ. ഓർക്ക് ഈ സാധനം കൊടുക്കുമ്പോൾ പലചരക്ക് സാധനം വാങ്ങണമെങ്കിൽ ഹാൻസ് കൊടുക്കണം. ഹാൻസ് കൊടുത്തില്ല പലചരക്ക് കച്ചവടം നിന്ന് പോകും. അങ്ങനെ ഞാനിത് കൊണ്ട് കൂടെ കൊടുത്തു. അല്ലാതെ ഞാൻ ലയാണെങ്കിൽ ഞാൻ കൊടുത്തില്ല, കുട്ടിയെ കൊടുക്കൂല. അങ്ങനെ അറിയാതെ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും സാറേ. എനിക്ക് പലചരക്കും വേണ്ട, ഒന്നും വേണ്ട, നിർത്തി സാറേ, എൻ്റെ കണ്ണു തുറപ്പിച്ച് മോളെന്ന്. നോക്ക്, 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് വിചാരിച്ചിട്ട് നടക്കാത്തത് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൻഷിത എന്ന് പറയുന്ന പെൺകുഞ്ഞ്, ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മകൾ ഉറങ്ങാതെ രാത്രി പേനയും പേപ്പറും എടുത്ത് അവൾ എഴുതി എഴുത്തുണ്ടല്ലോ, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ട പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ സങ്കടം വരുമോ ഇല്ലെന്നാ വെച്ചത്. ചങ്കിലങ്ങോട്ട് കുത്തി ആ മകള്. അടിക്കാനോ പിടിക്കാനോ പോലീസ് പിടിക്കാനല്ല. പോലീസ് വിളിച്ച് നിങ്ങൾ പറഞ്ഞു നോക്ക്, പോലീസ് വരും, ഇവിടുന്ന് SI വരും, ഞങ്ങൾ വരും, ആൾക്കാർ വരും, ജീപ്പിലെടുത്ത് കൊണ്ടുപോകും, തൊലിക്കെട്ടി ഇങ്ങോട്ട് കൂടും, കാണ്ടാപുരത്ത് തൊലിയാവും. കാര്യം എന്താ, 5 മിനിറ്റോടെ മനുഷ്യൻ പുറത്തിറങ്ങി വരും. 500 രൂപ ഫൈനുള്ളൂ. ഈ ഹാൻഡ്സ് വിറ്റ 500 രൂപ ഫൈനുള്ളൂ. ഒരു പാക്കറ്റിന് 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് 70 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 10 പാക്കറ്റ് 700 രൂപ കിട്ടും. 10 പാക്കറ്റിന് 50 രൂപ ചിലവാണ്. 700 രൂപ കിട്ടും 10 പാക്കറ്റ് വിറ്റാൽ. 500 രൂപ ഫൈൻ അടച്ചാൽ മതി. ഒരു ദിവസം ഒരാൾ വിൽക്കുന്ന കണക്കെത്രയെന്നറിയോ? ഒരു കടക്ക് എല്ലാ കടക്കാരും വിൽക്കത്തൊന്നുമില്ല. ചില നാട്ടിൽ ചില ഗുരുത്തംകൊട്ടന്മാരുണ്ട്, വിശ്വാസിയുടെ പേര് നയിച്ചുകൊണ്ട് നയിക്കുന്ന ചില ഗുരുത്തംകൊട്ട അവന്മാർ വിൽക്കും. അത് വല്ല പറമ്പെടുത്ത് പുറത്തോ വല്ല കരയുടെ പുറകിലൊക്കെ എടുത്തുകൊണ്ട് വരും, ഇങ്ങനെ കൊടുക്കും. ഒരു ദിവസം 100, 150, 200 പാക്ക് വിൽക്കുന്നവന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഈ പറഞ്ഞ MDMA ഒക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ പോലീസോട് പറയണം. ഇത്ര സാധനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇടപെട്ട ചിലയിടത്തൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഈ പെരുവഴി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, നിങ്ങളെ കടയിൽ വിൽക്കണ കണ്ടപ്പോൾ വലിയ സങ്കടമായി. ഞാൻ അപമാനിക്കാൻ വന്നൊന്നുമല്ല, എന്നാലും ഇടയ്ക്കൊക്കെ അത് നിർത്തിക്കൂടെ? ചോദിക്കാമല്ലോ, നമുക്ക് ചോദിച്ചുകൂടെ? ചോദിക്കാം, നമുക്ക് പറ്റാറില്ലല്ലോ പലപ്പോഴും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ സ്കൂളിൽ ഇരിക്കുന്ന മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങളെല്ലാം നല്ല മക്കളാണ്. കാര്യം ഈ സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ ഈ 9 മണിക്ക് 10 മണിക്ക് ഇവിടെ കയറി എന്നിട്ട് ഈ സമയം വരെയും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കൂല, ചൊറിഞ്ഞും മാന്തി ഒച്ച വെച്ചിട്ടൊക്കെ ഇരിക്കും. പക്ഷേ ഇന്നത്തെ ഈ മക്കളെ ഞാൻ മറക്കൂല. സത്യമായിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും. ഒരു സ്ഥലത്തോട്ട് ഞാൻ ഫോൺ ചെയ്ത് പറയും. കാരണം ഇന്ന് ഞാൻ പോയ പെരുവഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ മക്കൾ എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് പലർക്കും വേദനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ആ മൈൻഡ് കൊണ്ട് കഴിഞ്ഞ് എനിക്കറിയാം അത് പല കുഞ്ഞുങ്ങൾ വേദനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഉപയോഗിച്ച കുഞ്ഞുങ്ങളുണ്ട്, അല്ല ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളൊന്നുമില്ല, ചിലപ്പോൾ ഉണ്ടാവാം. അവരൊക്കെ മനസ്സിൽ വേദന അനുഭവിക്കുന്നുണ്ട്. എനിക്കിത് രക്ഷപ്പെടണം, ഞാൻ പെട്ടുപോയല്ലോ, എനിക്കിതില്ലാതെ പറ്റുന്നില്ലല്ലോ, എൻ്റെ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഞാനത് പെട്ടുപോയി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓർക്കണം, ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവനെ തിരുത്താൻ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ശാപം നമുക്ക് കിട്ടും. ഒരു സംശയമില്ല.
ആ ദുരന്തം ഒരുപക്ഷെ ഈ പറയുന്ന വായിക്കകത്ത് വല്ല മുറിവോ ക്യാൻസറോ ഒക്കെ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതിന് കിട്ടും, ഒരു സംശയമില്ല. പിന്നെ ഇത് വലിയ ക്രെഡിറ്റ് ഒന്നും അല്ല കേട്ടോ. സ്കൂളിൻ്റെ പുറകിൽ നിന്നോ കവലകളിൽ നിന്നോ ബസ് സ്റ്റാൻഡ് പുറകിൽ നിന്നോ വൈകുന്നേരം വിട്ട് ഓടിപ്പോയിട്ട് ഒരു സിഗരറ്റ് വാങ്ങി മറ്റവനെ കൊടുത്ത് 8ലും 9ലും പഠിക്കണ ഒരു മൊട്ടപ്രായം എന്ന് പറയും, പ്രായത്തിൽ വലിക്കുന്ന ക്രെഡിബിലിറ്റി ഒന്നുമല്ല. ഓർക്കണം, ഇതെല്ലാം ഒരുപക്ഷെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കല്ല സംസാരിക്കണേ, കാര്യം ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നൊന്നല്ല. അതുകൊണ്ട് അത് എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലൊന്ന് സൂക്ഷിച്ചാൽ നന്നാവും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ നാട് പഴയതുപോലത്തെ നാടല്ല, ടോട്ടലി മാറിപ്പോയിട്ടുണ്ട്. ഇപ്പം എവിടെ നോക്കിയാലും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പം ഊടുവഴികളിൽ മുക്കിനും മൂലയിലെല്ലാം ഇത്തരം സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങൾക്കൊക്കെ നല്ല വിവരമുണ്ട്. ഇപ്പം 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ അത് ജലമുണ്ടാവും, വെള്ളം, H2O അല്ലേ, എല്ലാവർക്കും അറിയാം. 2 ഹൈഡ്രജൻ പ്ലസ് ഒരു ഓക്സിജൻ ഇസ് ഈക്വൽ ടു വാട്ടർ, വെള്ളം. ഇതൊരു അറിവാണ്. പക്ഷേ ഇതേ അറിവ് ഈ നമ്മുടെ ഈ പ്രവാസി കൂട്ടായ്മ ഇതേ അറിവ് ഇവിടെ കുപ്പിലാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അറിവല്ല, അത് തിരിച്ചറിവാണ്. ഇവിടെ ദാഹിക്കും, അപ്പോൾ ദാഹിക്കുന്ന ഈ പറയുന്ന ഡേയ്സിലിരിക്കുന്നവർക്ക് കുടിക്കണം എന്നുള്ള തിരിച്ചറിവാണ്. അപ്പോൾ അറിവ് നിങ്ങൾക്കുണ്ട്. തൃശ്ശൂരിൽ സാഹിത്യത്തിൻ്റെ നാടെ തൃശ്ശൂരിനകത്ത് 16 മെഡിക്കൽ വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തു. 2023 ജനുവരി 4-ാം തീയതി അറസ്റ്റ് ചെയ്തു. 16 പേര് അറസ്റ്റ് ചെയ്തു. എന്തിനാണെന്നറിയാമോ? പത്തനംതിട്ട സ്വദേശിയായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ചാലക്കുടിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഉത്തരാഖണ്ഡ് സ്വദേശിയും ലക്ഷദ്വീപുകാരനും കൂടെ പോയിട്ട് സാധനം വാങ്ങി കയ്യിൽ വെച്ചു, MDMA. 200 ഗ്രാം കൊടുത്തവരെ തപ്പി പോലീസ് വരുമ്പോൾ അതിനകത്ത് 15 ഗ്രാം എവിടെയും ചോദിച്ചപ്പം ഇന്നാൾ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അങ്ങനെ റൂട്ട് മാപ്പ് ലൊക്കേഷൻ പ്രകാരം പോലീസ് വന്നത് അവിടെ പുത്തരിക്കണ്ടം പാറക്കാവിനടുത്ത് ലോഡ്ജിലാണ് വന്നത്. അകത്ത് കയറി പോലീസ് പരിശോധിച്ച് മേത്തൊന്നും കിട്ടിയില്ല. ബെഡ് റെഡിയൊക്കെ നോക്കി കിട്ടിയ ചോദിച്ചു, ആരും സമ്മതിക്കില്ല. അവസാനം ബെഡിൻ്റെ തലകണ്ട കൊള്ളിക്കുന്ന സാധനം കിട്ടി, 15 ഗ്രാം MDMA കിട്ടി. അത് ചോദിച്ചു ആരാ ഉത്തരവാദിയും ചോദിച്ചു. 16 പേരും ചങ്കുകളാണ്, കയ്യും കെട്ടി ഇങ്ങനെ ഒന്നു. ഐ ഡോണ്ട് നോ എനിക്കറിയില്ല. 16 മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, MBBS ബിരുദം നേടി. അതിനകത്ത് 6 പേര് എൻറോൾമെൻറ്റ് കഴിഞ്ഞവരാ. നോക്കണം, 10ാം ക്ലാസ്സിൽ SLCക്ക് മുഴുവൻ വിഷയത്തിനും A+ കിട്ടിയ 16 പേര്, 1100 മാർക്ക് കിട്ടിയവർ, നീറ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ വന്നവർ, എല്ലാ കുടുംബ പശ്ചാത്തലമുള്ള 16 നക്ഷത്രങ്ങൾ. പോലീസ് വീണ്ടും ചോദിച്ചു ആരാ ഉത്തരവാദി, ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, നോ ആൻസർ. അങ്ങനെ പോലീസിൻ്റെ FIRന്റെ 7ാമത്തെ കോളത്തിൽ 16 പേരുകൾ എഴുതി ചേർത്തു. ആ 16 പേരുണ്ടല്ലോ, ആ വീഡിയോ ഞാൻ കരഞ്ഞോണ്ടാണ് കണ്ടത്. ആ വീഡിയോ അങ്ങനെ ജനുവരി 4-ാം തീയതി എല്ലാ പ്രാരംഭ നടപടികളും ലീഗൽ നടപടികളും പൂർത്തിയാക്കി. മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് നവംബർ 5-ാം തീയതി അവിടുത്തെ CJM മജിസ്ട്രേറ്റ് നിയമാനുസൃതം ജാമ്യം കിട്ടാൻ നിർവാഹമില്ല എന്ന ഉത്തരവെഴുതി. അങ്ങനെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലേക്ക് അവരെ പറഞ്ഞയച്ചു. 1.5 വർഷം പടുത്തിറങ്ങി, 1.5 വർഷം അവരെ ജയിലിനകത്ത് കിടന്നു. ഈ 16 പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടവും ഇതൊക്കെ വരുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, 16 പേർക്കും ഇനി ഒരു പെട്രോൾ പമ്പ് പോലും ജോലി എടുക്കാൻ പറ്റൂല. 16 പേർക്കും, ആ 16 പേർക്ക് വിദേശത്ത് കാണുന്ന ആഗ്രഹം പോകാൻ പറ്റൂല. ആ 16 പേർക്ക് ഈ ശൂരനാട് ഉള്ളവനാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കുക, പ്രിയപ്പെട്ട സാർ, എനിക്ക് ഹിന്ദുസ്ഥാൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. എനിക്ക് അവിടെ പൈസയുടെ ഇടപാടുകളൊക്കെ നടക്കുന്നത് കൊണ്ട് എൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ക്രൈം കേസുകളില്ല എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് എനിക്ക് എൻ്റെ എൻക്വയറി നടത്തി എനിക്കൊരു PCC പൊളിറ്റിക്കൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരുവാൻ അപേക്ഷ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. അപ്പോൾ അപേക്ഷ SI വാങ്ങി CI ഒപ്പിട്ടിട്ട് ഒരു പോലീസുകാരൻ എൻഡോസ് ചെയ്ത് കൊടുക്കും. അദ്ദേഹം വായിക്കും. അപ്പോൾ പെരുവഴി സ്കൂളിൽ പഠിച്ചവനാണ്, 10ാം ക്ലാസ്സുകാരനാണ്, ഇന്നയാളാണ്, അച്ഛൻ്റെ പേര് ഇന്ന സ്ഥലത്ത് പോസ്റ്റ് ഓഫീസ്. അങ്ങനെ പോലീസുകാർ അന്വേഷിച്ച് കമ്പ്യൂട്ടറിലേക്ക് ഇത് എൻ്റർ ചെയ്യും. ഇങ്ങനെ അടിക്കും, കമ്പ്യൂട്ടറിൽ പേരടിക്കും. ഉപ്പാൻ്റെ പേര് അടിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിൻ്റെ റൈറ്റ് സൈഡിൽ അങ്ങനെ NDPS കേസ്, നർക്കോട്ടിക്സ് 27B പ്രകാരം കേസുണ്ട് ഇയാളുടെ പേരിൽ. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് CI അല്ല PCC തരുന്നത്, അത് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത് തരുന്നത്, സ്വന്തമായിട്ട് ഡൗൺലോഡ് തരുന്നത്. കമ്പ്യൂട്ടർ തരില്ല, നിർവാഹമില്ല. ഇനി എൻ്റെ മകനാണെങ്കിൽ പോലും എൻ്റെ മകൻ ഇത്ര കേസിൽപ്പെട്ടാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ 16 MBBS വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴത്തെ പുതിയ തൊഴിൽ നിയമമുണ്ട്. 5-ൽ കൂടുതൽ പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് PCC വേണം. ഒരു ഗൾഫിൽ പോകുമ്പോൾ അവർക്ക് പറ്റൂല. ഒരു ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ജോലി ചെയ്യാൻ പറ്റില്ല. അതിനെന്താ വേണ്ടത്? 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. അവിടെ എന്താ വേണ്ടത്? ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ജോലി ചെയ്താൽ 25,000 മാസം കിട്ടും, ഡ്രൈവിംഗ് വീട്ടിൽ സാധനം കൊടുക്കാൻ. പക്ഷേ കേസുണ്ടോന്ന് കമ്പനി ചോദിക്കും, PCC വേണം നിർബന്ധം. PCC കിട്ടൂല സ്റ്റേഷനിൽ. അതുകൊണ്ട് എൻ്റെ അപേക്ഷയാണ് എൻ്റെ മക്കളോട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനല്ല, ഉപയോഗിക്കുന്നവരുടെ പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെടണം. ആ സൗഹൃദം നമുക്ക് വേണ്ട, ആ സൗഹൃദം വേണ്ട. കാരണം നിങ്ങൾ ഓർത്തോളൂ, ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനും, അതിലെ പെൺകുട്ടിയുടെ കാര്യം പറയാം, ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവൻ നിങ്ങളെ നോക്കി ചിരിച്ചാൽ അവനെ ചാണകം എടുത്തെറിയണം, മുഖത്ത് ചാണകം എടുത്തെറിഞ്ഞോണം കേട്ടോ. നിങ്ങൾ അറിയണം, നിങ്ങളെ ക്ലാസ്സിൽ എവിടെയുള്ളവരറിയും, ചിരിക്കാൻ വന്ന് എറിഞ്ഞോടിക്കണം. അങ്ങനെ ഞാൻ പറയാം.
ജീവിതത്തിനകത്ത് ലഹരി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്ന ഒരുത്തൻ കോടികളും സമ്പാദ്യം ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെ ജീവിതത്തിലേക്ക് വന്ന നിങ്ങളെ ജന്മ അധോഗതിയാണ്, ഒരു സംശയമില്ല, അധോഗതിയാണ്. പോയി എന്ന് കൂട്ടിയാൽ മതി.